ഹലോ ഗായ്സ്, ഞാനിതാ ഇന്ന് പുതിയൊരു കിടിലൻ ട്യൂട്ടോറിയൽ വീഡിയോ വന്നിരിക്കുകയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന സോങ് മനസ്സിലായില്ലേ? അതെ, കല്യാണി എന്ന് പറഞ്ഞുള്ള സോങ് ആണ്. അപ്പോൾ ഞാനിതിൻ്റെ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. എന്താ വെച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞിരുന്നായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക, എന്നിട്ട് ലേൺ ചെയ്യുക. നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽസ് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഒരു പ്രോഗ്രാം ആയിക്കോട്ടെ, നിങ്ങൾക്ക് റീൽ എടുക്കാനായിക്കോട്ടെ, എല്ലാത്തിനും യൂസ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കോളേജിലായിക്കോട്ടെ, എന്തെങ്കിലും പ്രോഗ്രാം ആനുവൽ ഡേക്ക് കളിക്കാനാണെന്നുണ്ടെങ്കിലും. അപ്പോൾ എല്ലാത്തിനും എൻ്റെ അക്കൗണ്ടിൽ വീഡിയോസ് ഉണ്ട്. അപ്പം നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ചൂസ് ചെയ്യുക, കളിക്കുക, അടിപൊളിയാക്കുക. അപ്പോൾ എന്തായാലും കൂടുതൽ ലാഗാക്കാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോളാം. എൻ്റെ ലെഗ് ആണെന്നുണ്ടെങ്കിലും ഹാൻഡ് ആണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക, എന്നിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈറ്റ് ലെഫ്റ്റ് സെറ്റാക്കാം. ഫസ്റ്റ് നമ്മൾ ഷോൾഡർ ആണ് കേട്ടോ. ഷോൾഡർ എന്ത് ചെയ്യാം? 1 2 3 4. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. 1 2 3 4. ഈ ഷോൾഡറാണ് പൊങ്ങേണ്ടത്. 1 2 1 2. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ ലെഗ് ചെയ്യണം കേട്ടോ. ഈ സംഭവം പഠിക്കുക. 1 2 3 4. ഓക്കെ, അതിൻ്റെ കൂടെ ചെയ്യാം. 1 2 3 4. രണ്ടും ഒരുമിച്ച് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് കളിക്കും. 1 2 3 4. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സെക്കൻഡ് സ്റ്റെപ്പാണ്. നമ്മുടെ ഹാൻഡ് എന്ത് ചെയ്യുക? ഫസ്റ്റ് 1 ഈ 2 3 4. ജസ്റ്റ് 1 2 3 1 2 3. അതിന് കൂടെ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ലെഗ്, അതായത് ലെഫ്റ്റ് ആണ് കേട്ടോ. 1 2. ഇവിടെ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, അതിന് ശേഷം ജസ്റ്റ് ഇരിക്കുക. 1 2 1 2. അതിന് കൂടെ കയ്യും 1 2 3. ഈ കാല് നേരെ ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ റൈറ്റ് ആണ്. 1 2 3 നേരെ ക്ലോസ് ചെയ്യുക. വീണ്ടും 1 2 3 1 2 3 1 2 3 1 2 3. ഫാസ്റ്റ് ആക്കാം. 1 2 3 1 2 3. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ്. നമ്മുടെ കൈ എന്ത് ചെയ്യുക? ജസ്റ്റ് 1 2 3 4. അത് പഠിക്കുക. 1 2 3 4. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? നമ്മൾ ചെസ്റ്റ് ജസ്റ്റ് ഉള്ളിലേക്ക് 1 2 3 4. അതും പഠിക്കുക. അതിൻ്റെ കൂടെ ചെയ്യാം. 1 2 3 4. ഓക്കെ, അതിൻ്റെ കൂടെ ലെഗും വരുന്നുണ്ട് കേട്ടോ. 1 2 3 4. ഈ കാല് ഇതാ 1 2 3 4 ചെയ്യാം. അതിൻ്റെ കൂടെ റിമൂവ് ചെയ്യാം. 1 2 3 4 5 6 7 8. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഈ ഫോർത്ത് സ്റ്റെപ്പാണ്. ഈ കൈ എന്ത് ചെയ്യാം? ജസ്റ്റ് ഇങ്ങനെ ഇറക്കുക താഴേക്ക്. അതിൻ്റെ കൂടെ ചെസ്റ്റ് ഉണ്ടോ? 1 2 3 4. ഈ വേവിങ് പറഞ്ഞു കേട്ടോ. കറക്റ്റ് 1 2 3 4. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? കൈയും ചെയ്യണം. 1 2 3 4. അതിൻ്റെ കൂടെ ലെഗും ഉണ്ട് കേട്ടോ. അതായത് 1 2 3 4. മെല്ലെ ചെയ്താൽ മതി. ഈ കാല് ടാപ്പ് ചെയ്യുമ്പോൾ ഈ കാല് പോകും. അതായത് റൈറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് പോകും. 1 2 3 4. അതിന് കൂടെ എന്ത് ചെയ്യുക? ഇത് ചെയ്യാം. 1 2 3 4 1 2 3 4 1 2 3 4. അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഈ കൈ എന്ത് ചെയ്യുക? 1 2 3 4. 4 ചെയ്യാം. 1 2 3 4. അതിന് കൂടെ എന്ത് ചെയ്യുക? ലെഗും വരണം. ഇതുണ്ടോ ഈ സംഭവം? 1 2 3 4. ഈ ഭാഗം എന്ത് ചെയ്യണം? നമ്മൾ മുട്ടിൻ്റെ ഭാഗം എന്ത് ചെയ്യണം? ഇങ്ങനെ വൈഡാണ് ചാടുന്ന സമയത്ത്. ഇതാ ലെഫ്റ്റ് ആദ്യം റൈറ്റിലേക്ക് ചാടുമ്പോൾ 1 2. ഈ കാലും ഇങ്ങോട്ട് ക്ലോസ് ചെയ്യണം കേട്ടോ. 3 4. ഫസ്റ്റ് റൈറ്റ് വെച്ചിട്ട് 1 2 3 4. ഓക്കെ, 1 2 3 4. അഞ്ചാമത്തെ സ്റ്റെപ്പാണ്. ഒരുമിച്ച് ചെയ്യാം. 1 2. ഇത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ലെഗ് സെയിം ആണ്, കൈ മാത്രം ചേഞ്ച് ആക്കാം. അതായത് 1 2. കൈ എന്ത് ചെയ്യും? 3 4 ഉണ്ടോ? 3 4. 4 ഒരുമിച്ച് ചെയ്യാം. 1 2 3 4. ഫാസ്റ്റ് ആക്കിയിട്ട് 1 2 3 4. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനി ആറാമത്തെ സ്റ്റെപ്പാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ലെഗ് എന്ത് ചെയ്യാം? 1 റൈറ്റ് ആണ്. 2. ഇനി അവിടെ നേരെ താഴ്ത്തി വയ്ക്കാം. 3. അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം? നമ്മൾ കൈ ജസ്റ്റ് ടച്ച് ചെയ്ത് 1 2 3 1 2 3.
1 2 3. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. 1 2 3 1 2 3. ഒറ്റ പ്രാവശ്യമുള്ളൂ. 1 2 3. എന്ത് ചെയ്യുക, ബാക്കോട്ട് എന്ത് ചെയ്യുക, മൂവ് ചെയ്യണം. അതായത് ഈ റൈറ്റ് ലെഗ് വെച്ചിട്ട് ബാക്കോട്ട് മൂവ് ചെയ്യണം. 1 ജസ്റ്റ് വലിഞ്ഞിട്ട് വരിക. അതായത് 1. അതിൻ്റെ കൂടെ ചെയ്യാം. 1 2 3. ഇനി എന്ത് ചെയ്യുക, ഈ കൈ എങ്ങനെ വയ്ക്കുക, 1. അതായത് വലിയുന്ന സമയത്ത് കൈ ജസ്റ്റ് ഇങ്ങനെ വയ്ക്കും. 1 2 3 1. ഇനി എന്ത് ചെയ്യുക, ഇവിടുന്ന് ഈ സാധനം 1 2 3 4. ഒറ്റ ഒന്നുള്ളൂ. 1 2 3. അതിന് കൂടെ എന്ത് ചെയ്യുക, നമ്മളെന്ത് ചെയ്യുക, ജസ്റ്റ് ജമ്പ് ചെയ്യണം. 1. ബോഡി എടുത്തിടണം. അതായത് 1 2 1 2. ഓക്കെ, 1 2. ഇവിടെ നിന്ന് ചെയ്യാം. 1 2 3 1 2. അപ്പോൾ ഒരുമിച്ച് വരണം കേട്ടോ. അതൊറ്റ സ്റ്റെപ്പായിട്ട് ഒരുമിച്ച് ചെയ്യാനുള്ളതാണ്. 1 2 3 1 2 1 2 3 1 2. ഇനി 7ാമത്തെ സ്റ്റെപ്പാണ് 1 2. നമ്മളെ ഹിപ്പ് എന്ത് ചെയ്യുക, ജസ്റ്റ് 1 2. ജസ്റ്റ് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് പഠിക്കുക. 1 2 1 2 1 2. അതിൻ്റെ കൂടെ കാല് വെക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ കാല് ഇവിടെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നേരെ കൈ വെക്കുക. അതിൻ്റെ കൂടെ കാല് ഇതാ ഫസ്റ്റ് റൈറ്റാണ് വരുന്നത്. 1 2. ഇനി അവിടെ നിന്ന് ശ്രദ്ധിക്കുക. 8ാമത്തെ സ്റ്റെപ്പാണ്. ഈ കാലം എന്ത് ചെയ്യുക, 1 2 3 4. ഇവിടെ നിൽക്കുന്നത് 1 2 3 4 1 2 3 4 1 2 3 4. അങ്ങനെ ചെയ്ത് പഠിക്കുക. 1 2 3 4 1 2 3 4. അതിന് കൂടെ ജസ്റ്റ് കയ്യതാണ്. 1 2 3 4 1 2 3 4. അങ്ങനെ ചെയ്ത് പഠിക്കുക. 1 2 3 1 2 3 1 2 3 4 1 2 3 4. ഓക്കെ, ഇനി 9ാമത്തെ സ്റ്റെപ്പാണ്. ഈ കൈ എന്ത് ചെയ്യുക, 1 2. ഇതിങ്ങനെ ചെയ്ത് പഠിക്കുക. 1 2. ഓക്കെ, അതിൻ്റെ കൂടെ ലെഗ് എന്ത് ചെയ്യണം, കേട്ടോ. 1 2 1 2 3 4. അതായത് റൈറ്റ് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലിഫ്റ്റ് ചെയ്യും. അതായത് 1 2. അതിൻ്റെ കൂടെ ഈ സംഭവം ചെയ്യാം. ഇത് 1 2 1 2 1 2. അത് ചെയ്ത് പഠിക്കാം. 1 2. 10ാമത്തെ സ്റ്റെപ്പാണ്. ഈ സംഭവമില്ലേ, ആ സെയിം സാധനം ചെയ്യുക. അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, 1 2. ജസ്റ്റ് ജമ്പ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ നമ്മളെ ഹിപ്പ് ഇതാ റൊട്ടേറ്റ് ചെയ്യാം. ഇത് ചെയ്ത് പഠിക്കുക. 1 2. അതായത് കണ്ടോ, 1 2 3 4. അത് ചെയ്ത് പഠിക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. 1 2 3 4. ഇനി ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു എൻഡിങ്ങിന് മാത്രമായിട്ടുള്ള സ്റ്റെപ്പാണ്. ജസ്റ്റ് കൈ ചെയ്ത് അതായത് 1 2. ഇവിടെ നിന്ന് നേരെ എന്ത് ചെയ്യാം, 1 2. അതായത് 1 റൈറ്റ് ലെഫ്റ്റ് വെച്ചു. ഇനി എന്ത് ചെയ്യുക, റൈറ്റ് നേരെ എടുത്ത് വയ്ക്കും. വീണ്ടും 1 2. ഫാസ്റ്റ് ആക്കാം. 1 2. അപ്പോൾ ഈ സ്റ്റെപ്പ് ഒന്ന് നമുക്ക് മുഴുവനായിട്ടൊന്ന് ഒരുമിച്ചൊന്ന് കളിച്ചു നോക്കാം. 1 2 3 4 1 2 3 1 2 3 1 2 3 4 5 6 7 8 1 2 3 4 1 2 3 1 2 1 2 1 2 3 4 1 2 3 4 1 2. ഇപ്പോൾ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പക്കായിട്ട് ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. എന്നിട്ട് ഓരോ സ്റ്റെപ്പുകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലേൺ ചെയ്യുക. അടിപൊളിയൊക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു തുറന്ന വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ കരിമിഴിയുള്ള കളവാണി കൂന്തൽ കണ്ടപ്പോ കണ്ണെന്ന് ഉടക്കി നിറം കണ്ട് കയ്യിലെ വള കണ്ട് കാലിലെ